പലപ്പോഴായി മൊബൈൽ കിട്ടേണ്ട ആളുകളുടെ കയ്യിലല്ലാതെ മൊബൈൽ എത്തിപ്പെട്ടു പോയാൽ, ഈ സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങളൊക്കെ തലക്ക് വെളിവില്ലാത്തവന്റെ കയ്യിൽ എത്തിപ്പെട്ടു പോയാൽ സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന പല അസ്വസ്ഥതകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു അസ്വസ്ഥതയാണ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ഫാരിസ് അലി അൽ അഹ്സനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്തൊരു വീഡിയോ എനിക്കെതിരെ, അതും ഭീഷണി സ്വരത്തിൽ അടക്കമുള്ള ചില വാക്കുകളാണ് ആ മനുഷ്യൻ അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇരുന്നു കൊണ്ട് പറയുന്നത്. അയാൾക്ക് യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് എന്തും പറയാം. അയാളുടെ മൊബൈൽ മുൻപിൽ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ കുറേ കിതാബുകളൊക്കെ ബാക്ക് സൈഡിൽ അടുക്കി വെച്ചുകൊണ്ട് ആരെക്കുറിച്ചും എന്ത് വിടുവായത്വവും വിഡ്ഢിത്വവും ഭീഷണിയും തെമ്മാടിത്തവും വിളിച്ചു പറയാം. എന്നാൽ അതേപോലെ ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്, അവർക്കൊക്കെ മൊബൈലുണ്ട്, നെറ്റുണ്ട്, ഇൻ്റർനെറ്റ്. അവർക്ക് ഇതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതല്ലേ ഈ മനുഷ്യൻ പറഞ്ഞതിൽ നിന്ന്, അതിൻ്റെ ഒരു ആകത്തുകയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അയാളുടെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും. അതിലൂടെ അയാൾ പറയുന്നൊരു വാക്കാണ്, തലക്ക് വെളിവില്ലാത്തവൻ്റെ കയ്യിൽ മൊബൈൽ എത്തിപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മൻസൂർ മണ്ണാർക്കാടിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു അസ്വസ്ഥതയാണ് എന്നാണ് പറഞ്ഞത്. മൻസൂർ മണ്ണാർക്കാട് സാധാരണ ജനങ്ങൾക്ക് ആർക്കും തന്നെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നില്ല. എന്നാൽ വേഷഭൂഷാദികളിലൂടെ വിശ്വാസി സമൂഹത്തെ, പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുവാൻ, വഞ്ചിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മുസ്ലിയാക്കന്മാർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുമെന്നല്ല, അവർക്കത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ജൽപ്പനങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. ഇനി വെറും ജൽപ്പനം മാത്രമല്ല, അയാൾ ഭീഷണിപ്പെടുത്തുന്ന അടക്കമുണ്ട്. നമുക്ക് കേൾക്കാം. തന്റെ യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് മുന്നിൽ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് അല്ലാഹു തആല മഹത്വം നൽകിയ മഹാന്മാരെ ഓരോ ദിവസവും, അതല്ലെങ്കിൽ ഓരോ ദിവസത്തിലെ മണിക്കൂറുകളിലും വെട്ടിത്തുന്നുക, അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ സംപ്രേഷണം ചെയ്യുക എന്നുള്ളതാണ് വിദ്വാന്റെ ഏറ്റവും വലിയ തൊഴിൽ. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ തൊഴിൽ? അല്ലാഹു തആല മഹത്വം നൽകിയ ആളുകളെ, അവരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ തൊഴിൽ എന്നാണ് പറഞ്ഞത്. 2000-ന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല മഹത്വം നൽകിയ ആരെയാണ് ഞാൻ മോശമായി ചിത്രീകരിച്ചിട്ടുള്ളത്? അത് പറയണം. അത് പറയാൻ ഈ തലേകെട്ടുകാർ ബാധ്യസ്ഥരാണ് എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് അയാളുടെ വാക്കുകളിലേക്ക് പോവാം. ഇവന് എല്ലാവിധ സംസ്കാരവും പഠിപ്പിക്കപ്പെട്ടത് വഹാബി പാഠശാലയിൽ നിന്നാണ് എന്നതുകൊണ്ട് അതിൻ്റെതായ എല്ലാ നേട്ടവും ഇവനിൽ കാണാനും കഴിയും. അത് തെളിയിക്കാനും കൂടി ബാധ്യസ്ഥനാണ് മുസ്ലിയാരെ നിങ്ങൾ. മൊയന്ത് തലയെക്കെട്ടും കെട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമല്ല. വഹാബി പാഠശാലയിൽ നിന്ന് എനിക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അത് വഹാബി പാഠശാലയാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പറഞ്ഞോ. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആദരിക്കുകയും അവരിൽ നിന്ന് ബറക്കത്തുകൾ സ്വീകരിക്കുകയും അവരിൽ നിന്ന് ഉണ്ടായ ജീവിതാനുഭവങ്ങൾ എന്നും വിളിച്ചു പറയുകയും ചെയ്യുന്ന വലിയ ബഹുമാനം അല്ലാഹു നൽകിയ മടവൂർ ശൈഖുനെയാണ് പലപ്പോഴും ഇവരുടെ അക്രമങ്ങൾ ഇവർ തെരഞ്ഞെടുക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കാണലവിടെ നിൽക്കട്ടെ, അതൊന്ന് തീരുമാനമാക്കിയിട്ട് പോവാം നമുക്ക്. ലോകത്ത് മുഴുവൻ ജനങ്ങള്, ലോകത്ത് എത്ര ജനങ്ങളുണ്ട് ചെങ്ങയ്യെ? ലോകത്ത് എത്ര ജനങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്, ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ജനിക്കുവാനും ജീവിക്കുവാനും മരിക്കുവാനും ഉണ്ട്, കോടാനുകോടിയാണ്. ഇന്ന് നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200 കോടി മുസ്ലിങ്ങളായിരിക്കും. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകും, കറക്റ്റ് കണക്കൊന്നുമല്ല. കറക്റ്റ് കണക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഈ 200 കോടിയോളം അല്ലെങ്കിൽ 100 കോടിക്ക് മുകളിലോ 200 കോടിയോളം ഒക്കെ ഉള്ള മുസ്ലിങ്ങൾ, 200 കോടി എന്ന് പറഞ്ഞു. വേൾഡ് മുസ്ലിം പോപ്പുലേഷൻ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത് 1.9 ബില്യനാണ്. എന്ന് പറഞ്ഞാൽ 190 കോടി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ തന്നെയാണ് കണക്ക്. 190 കോടി എന്ന് പറഞ്ഞാൽ 190 കോടി അറൗണ്ട്. അത് ചിലപ്പോൾ 195 ആവാം. ഓക്കെ, അത് ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കാം. 200 കോടിക്കടുത്ത് മുസ്ലിം ജനസംഖ്യ ഈ ലോകത്ത് ഇന്നുണ്ട് എന്നുള്ള കണക്കാണ്. നേരത്തെ പറഞ്ഞത് കറക്റ്റ് ഒന്നുമല്ല, തെറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. എന്തായാലും 200 കോടിയോളം മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഈ 200 കോടിയോളം മുസ്ലിങ്ങളിൽ എത്ര ആൾക്കാണ് ഈ ചിറ്റടിമേത്തൽ അബൂബക്കറിനെ അറിയാം? മൂല്യരെ ഒന്ന് പറഞ്ഞ, ഈ കേരളത്തിൻ്റെ ടവട്ടത്ത്, ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾക്ക് അറിയോ?
ഈ ലോകത്ത് എന്ന് പറയുന്നില്ല, ഈ ഇന്ത്യയിൽ എന്നും പറയുന്നില്ല, ഈ കേരളത്തിൽ തന്നെ മുഴുവൻ ആളുകൾക്ക് അറിയാത്ത, പരിചയമില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ചിറ്റടിമേത്തൽ അബൂബക്കർ, ആ അബൂബക്കറിനെ ഞാൻ ഇകഴ്ത്തി എന്നുള്ളതാണ്. അതൊന്നുമല്ല, അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ അബൂബക്കറിനെ അള്ളാഹു ആദരിച്ചു എന്നാ. അത് ഈ മുസ്ലിയാക്കന്മാർക്ക് ആരെ പറഞ്ഞു കൊടുത്തത്? ഇനി എന്താണ് ഇകഴ്ത്തിയത് എന്ന് കേൾക്കാം. ആ കൂട്ടത്തിൽ യാതൊരു ദയവുമില്ലാതെ, യാതൊരു മനുഷ്യത്വവുമില്ലാതെ, യാതൊരു സഹിഷ്ണുതയുമില്ലാതെ, സംസ്കാരത്തിന്റെ ബാലപാഠം പോലും തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുമായി വല്ലാത്ത ബന്ധമുള്ളവരാണ് വലുത്തൂർ ബാബാനെ അരികിൽ എന്നെ ഏൽപ്പിച്ചത് CM വലിയുള്ളാഹിയാണ്. ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, CM വലിയുള്ളാഹിയുമായി പലപ്പോഴും ബന്ധപ്പെടുമ്പോ ഏതോ ഭാഷ സംസാരിക്കുകയാണ്. അത് കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ ഭാഗമായിരിക്കും. അതാണ് മനസ്സിലാക്കാനുള്ളത്. ചില ആളുകളുണ്ട്, അവര് ആദ്യമായിട്ട് വല്ലതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചുരുട്ടി വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിയാത്ത ഇംഗ്ലീഷൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവന്റെ സംസ്കാരം. ഞങ്ങൾ എന്തിനാ ആലോചിക്കണത്? ഇത് കേട്ടിട്ട് വിരലി പിടിച്ച താങ്കളാണ് ഇത് ആലോചിക്കേണ്ടത്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാൻ കാണിച്ചു തരാം, തെളിവായിട്ട് ഇതിൻ്റെ ബാക്കിൽ കാണിച്ചു തരാം. അതിനു പുറമെ മുസ്ലിയാക്കന്മാർ മുഴുവൻ നാട്ടിലൂടെ നടന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, ചിറ്റടിമേത്തൽ അബൂബക്കർ ഇതുപോലെ ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ളത്. ഒരു സംഭവമല്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ ഇരുന്നു കൊണ്ടത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടിയിട്ട് കത്തിക്കുകയോ ചുരുട്ടി വലിക്കുകയോ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CM സ്മരണികയിലടക്കം വലിക്കുന്ന കാര്യം എഴുതി വെച്ചിട്ടില്ലേ? പിന്നെ അതിനൊക്കെ അപ്പുറമായിക്കൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുലിമൊയ്തീൻ എന്ന് പറയുന്ന അയാള് ഒരു കാട്ടിൽ വസിച്ചിരുന്ന ഒരു മുരടനായ ഒരു മനുഷ്യനായിരുന്നു. അയാള് വലിക്കുന്ന സിഗരറ്റിന്റെ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുടെ ആഷും അതുപോലെ തന്നെ മുറുക്കുക, 4 കൂട്ടി മുറുക്കുമല്ലോ, അത് മുറുക്കി തുപ്പുന്ന കോളാമ്പിയും ഒക്കെപ്പാടെ അത് കലക്കിയിട്ട് കുടിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവര് അള്ളാഹു ആദരിച്ചവൻ എന്ന് പറയുന്നത്. ഈ CMനെ കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല, അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ച് ഇവർക്കൊന്നും അറിയില്ല, ഇവരെ കുറിച്ച് തന്നെ ഇവർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഇനി മൂപ്പര് പറയട്ടെ. ഇവന്റെ സംസ്കാരം എന്താണ്? ഇവൻ ഏത് തറവാടിൽ ജനിച്ചു? ഈ തറവാടിൽ പഠിപ്പിക്കുന്ന സംസ്കാരം എന്താണ്? മനുഷ്യന്മാര് ജനിക്കുന്ന തറവാട്ടിലാണോ ഇവൻ ജനിച്ചിട്ടുള്ളത്? മനുഷ്യന്മാര് ജനിക്കുന്ന തറവാട്ടിലാണോ ഞാൻ ജനിച്ചിട്ടുള്ളത്? എൻ്റെ നാട്ടുകാർക്ക് അറിയാം, മനുഷ്യന്മാർ ജനിക്കുന്ന തറവാട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്നാൽ ഒരു മനുഷ്യൻ കാറിത്തുപ്പുകയും മുറുക്കി തുപ്പുകയും മൂക്ക് പിഴിഞ്ഞ് ഇടുകയും അതുപോലെ തന്നെ ആ വീഡിയോ ഉണ്ടിച്ച ബാക്കിൽ ചേർക്കാം. ക്ഷമിക്കണം, അത്രയും അറപ്പുളവാക്കുന്ന മജീദ് മുസ്ലിയാർ പറഞ്ഞ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബാക്കിൽ ചേർക്കാം. ഒരു ദിവസം ഞാൻ കണ്ടാണ് മഹാനവറുകൾ അല്ലാഹു അവർത്ത് ദർജ കൊടുക്കട്ടെ, ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിൽ ചുരുട്ടിങ്ങനെ മിനിറ്റ് ആ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കെടുക്കുക. അങ്ങോട്ട് വാ, അത് വൃത്തിയാക്കിയാണ്. ഇത് പറയാൻ വിഷമുണ്ട്. ആടെ ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല, വൃത്തിയാക്കി അഞ്ഞക്ക. ഇത് നമ്മളെ ഷേഖിനെ ചെയ്തതാ, ഞാനൊന്നുമല്ല. ഇങ്ങനെ എത്തിയിട്ട് ഞാനൊന്നുമല്ല. അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം, കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. അത് മുഴുവനും കുടിച്ച് അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണോടോ? ആണോ? മോലിയരജ്ജ് പറയണം. ഈ മനുഷ്യ വിസർജ്യം അത് വാരിക്കുടിക്കുന്ന മോന്തിക്കുടിക്കുന്ന മനുഷ്യനെ ഞാൻ എന്താ പറയേണ്ടത്? വെള്ള കെട്ടും കെട്ടിയിട്ട് വെള്ള കുപ്പായോട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ വിടുവായത്തം പറയുന്നുണ്ടല്ലോ. മുറുക്കി തുപ്പിയ മൂക്കിള അത് വലിച്ച് കോളാമ്പിയിലിട്ട, അതുപോലെ തന്നെ കാറി തുപ്പിയ, അതുപോലെ സിഗരറ്റിൻ്റെയും മറ്റു വലിക്കുന്നതിൻ്റെയും ആശൊക്കെ പാടെ കലക്കിയിട്ട് കുടിച്ചു എന്നാ പറയുന്നത്. ആ മനുഷ്യന് സ്വയബുദ്ധി ഇല്ല എന്നുള്ളത് മനസ്സിലായി. ആ സ്വയബുദ്ധി ഇല്ലാതായത് മാനസിക രോഗം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് സംശയമുണ്ട്. അതിനെന്താ തനിക്ക് കുരുപൊട്ടുന്നത്? പറയാം. അരിയാഹാരം തിന്നുന്ന, വെളുത്ത ഭക്ഷണം അരിയാഹാരമായി കഴിക്കുന്ന, മൂക്ക് കീപ്പട്ട ഒരു മനുഷ്യനാണോ ഇവൻ എന്നതിൽ നമുക്ക് സംശയിച്ചു പോവുകയാണ്. ഇജ്ജ് സംശയിക്കണ്ട, ഞാൻ അരിയാഹാരവും കഴിക്കാറുണ്ട്, ഗോതമ്പാഹാരവും കഴിക്കാറുണ്ട്. അപ്പോൾ ഹലാലായ ആഹാരങ്ങളെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. എൻ്റെ മൂക്ക് കീപ്പിട്ടാണ്. എന്തത് കണ്ടിട്ടാണെങ്കിൽ മനസ്സിലായില്ലേ?
എന്നാൽ കോളാമ്പി കലക്കി കുടിക്കണ, മൂക്കിളയും കഫവും എല്ലാം കലക്കി കുടിക്കുന്ന ഒരു മൊയന്തിനെ അള്ളാഹ് ആദരിച്ചു എന്ന് പറയാൻ എനിക്ക് പിരാന്തില്ല, ഓളമില്ല. അന്നെപ്പോലെ, ഇത് നിന്നെപ്പോലെ ബുദ്ധി മറവിച്ചവനല്ല, മാനസിക രോഗിയല്ല ഞാൻ. അത് പറയാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? അത് കേൾക്കുമ്പോൾ എന്താ അത്ര കുരുപൊട്ടല്? വല്ലാത്ത യാതി. പറയാം. ഞങ്ങളവിടെ 1-2 ആളുകൾ ഉണ്ടായിരുന്നു. അവർ വൈകുന്നേരം വരെ കല്ല് പൊട്ടിക്കാനും അതുപോലെ മറ്റുള്ള കിളക്കുക പോലെയുള്ള വലിയ ഭാരമേറിയ ജോലികളൊക്കെ ചെയ്യും. ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കൂലിയും വാങ്ങിയിട്ട് നേരെ, അന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ചാരായ ഷാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്ന കാലമാണ്. ചാരായ ഷാപ്പുകൾ AK ആന്റണി ഭരണത്തിലിരിക്കുന്ന സമയത്താണ് തോന്നുന്നു നിരോധിക്കുന്നത്. അപ്പോൾ ഈ ചാരായ ഷാപ്പ് പോയിട്ട് അവിടെ കുറച്ച് ഈ പണിയെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്ന് അതിൽ പകുതി മുക്കാലും അവർക്ക് കുടുംബത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ വയറ്റേക്ക് കള്ളത്തണം എന്നുള്ള നിലക്ക് ഈ ചാരായം മൂക്കുമുട്ടയെ വലിച്ചു വാരി കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന ഇംഗ്ലീഷ് കേട്ടാൽ ഇംഗ്ലീഷുകാർക്ക് പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അപ്പൊ അത് വലിയൊരു കറാമത്തായിട്ട് പറയേണ്ടെന്ന് പറഞ്ഞത്. ഒരു ബീഡി കഞ്ചാവോ 100 മില്ലി ചാരായമോ അടിച്ചാൽ വരുന്ന ഇംഗ്ലീഷ് അതൊരു കറാമത്താണെന്നുണ്ടെങ്കിൽ കള്ളുടിയന്മാരും കഞ്ചാവുലിയന്മാരും മൊത്തം കറാമത്തേരായി പോണ്ടേ? എന്താണ് മൗലരെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് മൻസൂർ എന്നോട് പറഞ്ഞത് കഞ്ചാവ് അടിച്ചതിന്റെ പേരിലാണ് മഹാനവറുകളിൽ നിന്ന് കറാമത്തുണ്ടായത്? അത് ഞാൻ പറഞ്ഞതല്ല മൗലിയരെ, നിങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പരിധി നോക്ക്. CM-ന്റെ ചരിത്രം മുഴുവൻ താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. കാണിച്ചു തരാം. ഇപ്പോ മജീദ് മുസ്ലിയാർ അയാൾ പറഞ്ഞ ആ വൃത്തികെട്ട സാധനം കുടിച്ച ആ മനുഷ്യനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അംഗീകരിക്കാൻ കഴിയുണ്ടോ? നിങ്ങൾ കുടിക്കലുണ്ടോ? അത് കുടിച്ചിട്ടാണോ നിങ്ങൾ ഇത്രയും വലിയ ഉസ്താദായത്? ആണോ അഹ്സനിയായത്? ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ കലക്കി കുടിച്ചിട്ടാണോ? ഇത് കലക്കി കുടിച്ചിട്ടോ എന്ത് കുടിച്ചാലെന്താണ്? പിന്നെ ഞാൻ അവിടെ പറഞ്ഞ ഉദാഹരണം, കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന ആളുകൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ പറയുന്ന ആ ഒരു തരത്തിലേക്ക് അവർ മാറാറുണ്ട്. അവർ ആ രൂപത്തിൽ വളരെ വലിയ സംഭവങ്ങളാണെന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. അതിപ്പോൾ കറാമത്താണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്നല്ലേ ഞാൻ ചോദിച്ചത്. ഇനി വാരിയിട്ട് കത്തിച്ചതും ചുരുട്ടി വലിച്ചതും അത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ കാണിക്കാം. അത് അവസാനത്തേക്ക് വിടുന്നത് ഇതിൽ കുറച്ചും കൂടി അയാൾ പറയുന്നുണ്ട്, കേൾക്കാം നമുക്ക്. ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലാണെന്നുള്ളത് എന്ത് രേഖയാണ് മൻസൂർ എന്റെ കയ്യിലുള്ളത്? ലഹരി ഉപയോഗിക്കുന്നവർ പറയാറുണ്ട്, അത് കറാമത്താണെന്ന് പറയാറുണ്ടോ? ഇത് പറയുമ്പോൾ വെറുതെ കണ്ടും അന്തം വിട്ട് വായും പൊളിച്ച് കേട്ടിരുന്നാൽ പോരാ. ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ നാട്ടിലുള്ള ചില ആളുകൾ കള്ളും കഞ്ചാവും അടിച്ചാൽ ഇംഗ്ലീഷ് പറയാറുണ്ട്, അത് കറാമത്താണെന്ന് പറയാറുണ്ടോ എന്നാണ് ചോദിച്ചത്. പിന്നെ ഇനി കള്ളും കഞ്ചാവും അടിക്കാതെ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അത് കറാമത്താണോ? ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ പള്ളമരായിട്ട് കാലും പിറ്റിയിട്ട് ഞാനും കോമൂൻ്റെ ആളാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിക്കല്ലേ. മാന്യന്മാർക്കെതിരെ ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ ഒരു പക്വതയുള്ള ആളുകൾ ആവുക എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. പറഞ്ഞോ, കേൾക്കട്ടെ. അള്ളാഹു തആല ബഹുമാനം നൽകിയ, ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ആദരിക്കുന്ന ഒരു ആത്മീയ നേതൃത്വമായി കാണുന്ന ഒരു മഹാനെ കുറിച്ച് തോന്നിവാസം പറയാം. അള്ളാഹു തആല ആദരിച്ചു എന്നുള്ളത് ആരെ വന്ന് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞോ? അത് അള്ളാഹു വന്ന് പറഞ്ഞോ? അള്ളാഹു ആദരിച്ചു എന്നുള്ളത് അറിയിക്കേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു അറിയിക്കുന്നത് അത് വഹിയിലൂടെയാണ്. വഹി നിലച്ചു പോയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. അപ്പൊ അജ്ജാദി തള്ള അവിടെ വെക്കെ. പിന്നെ ലോകത്ത് ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞു, ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഞാൻ നേരത്തെ ആ മുസ്ലിം പോപ്പുലേഷൻ്റെ ഒരു കണക്ക് പറഞ്ഞു. 1.9 ബില്യൺ, 200 കോടിക്കടുത്ത് മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. ഈ ലോകത്ത് ഉള്ള 200 കോടിയോളം മുസ്ലിങ്ങൾക്ക് ഉള്ളില് അല്ലേ, അതിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് അതിൽ തന്നെ എത്ര ആൾക്കറിയാം CM-നെ? അതും പോട്ടെ, ഈ കേരളത്തിക്ക് കോഴിക്കോടങ്ങാടി മടവൂരിൽ മറവീതിലുള്ള CM ഹയാത്ത് കാലത്ത് ഈ കേരളത്തിൽ വെറും 20,000 ആളുകൾക്ക് അറിയാമോ? 2 ബില്യണൊന്നും കൂട്ടണ്ട, വെറും 20,000 ആളുകൾക്ക് ഈ മനുഷ്യനെ അറിയുമായിരുന്നോ? മരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ അറിയും. കാര്യം നിങ്ങൾ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടന്നപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ, മാനസിക രോഗിയായിരുന്നു എന്നുള്ളത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുരുപൊട്ടി. അതല്ല യാഥാർത്ഥ്യം. ഈ ലോക മുസ്ലിങ്ങളുടെ അടിയിലൊന്നും കൊണ്ടണ്ട. ലോക മുസ്ലിങ്ങൾ അള്ളാഹു ആദരിച്ച ആളുകളെ ഇന്നും ആദരിച്ചുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. നിങ്ങൾ ആദരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പറ ഇത് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്ന പാഠശാലന്റെ പേരാണ് വഹാബിസം. ഇത് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്ന പാഠശാലന്റെ പേര് വഹാബിസം എന്നല്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിലൊരു തെറ്റുമില്ലേ? വഹാബിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ടൊരു സംഭവം ഒന്നുമല്ല. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയാദർശങ്ങൾ അത് മോശപ്പെട്ടതല്ല എന്ന ആ നിലപാടുകാരനാണ് ഞാൻ. അങ്ങനെ വഹാബി അണിച്ചെങ്കിൽ വിളിച്ചോ വഹാബിന്ന് 2 വട്ടം, ഇനി 3 വാങ്ങിച്ച 3 വിളിച്ചോ. ഇതൊന്നും ഇവിടെ വിഷയമല്ല. അജ്ജാതി പുളിങ്കുരുമുട്ടലൊന്നും ഇവിടെ നടക്കൂല. പറഞ്ഞോ. സമൂഹം കേൾക്കണത്, സമൂഹം അറിയണം. ഇത് ഒരു തറവാട്ടിൽ പിറന്ന് മാന്യമായി ജീവിച്ച് മാന്യമായി ഈ സമൂഹത്തിന് ഉത്ബോധനം നൽകി ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനം പകർന്നു നൽകി വഫാത്തായി പോയ ഒരു മഹാനെ കുറിച്ച് പറയാ കഞ്ചാവിന്റെ ആളായിരുന്നു.
CM കഞ്ചാവ് വലിച്ചാന്ന് ഞാനാണോ പറഞ്ഞതോ മുസ്ലിയാക്കന്മാർ പറഞ്ഞതാണോ? അവരുടെ ഗ്രന്ഥങ്ങളിൽ അയാൾ വലിച്ചിരുന്നു, പുലിമൈദീൻ്റെ ഒപ്പം കൂടിയിരുന്നു, ഏതോ ഒരു ലോഡ്ജ് ഉണ്ട്, സൗപർണിക ഏതോ ഒരു ലോഡ്ജ് ഉണ്ട്, ആ ലോഡ്ജിൽ വാതിലടച്ചിരുന്നിട്ട് ഇവർ രണ്ടാളും മാറി മാറി വലിച്ചിരുന്നു എന്നെല്ലാം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മൻസൂർ മണ്ണാർക്കാട് പറഞ്ഞുണ്ടാക്കിയതല്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ തറവാട്ടിൽ പിറന്ന ആള് ഈ ലോക മുസ്ലിങ്ങൾക്ക് ഒക്കെ ഉത്ബോധനം നൽകി എന്ന് പറഞ്ഞു. എന്താണ്? പുലിമൊയ്തീൻ്റെ കോളാമ്പി കഫവും മൂക്കിളയും ചീരാപ്പും അതുപോലെ സിഗരറ്റിൻ്റെ ആശും കുറ്റിയും ഒക്കെ പാടെ കലക്കി കുടിച്ച മഹാനേ എന്ന് വിളിക്കണോ? എന്ത് മഹാനാണ്? ആ മഹാന്റെ പോരിശയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി വേറെ പോരിശകൾ പറയണ്ട, കൂടുതൽ പോരിശകൾ ഇപ്പം തന്നെ പറഞ്ഞ പൊളിക്കണില്ല. പോരിശകൾ കുറച്ച് മജീദ് മുസ്ലിയാർ പറഞ്ഞ പോരിശ നമ്മൾ കേട്ടതാണ്. ഇനി പോരിശകൾ കുറേ ഉണ്ട്. പറ എന്ത് രേഖയാണോ നിനക്കുള്ളത്? എവിടുന്നാണ് ഈ സംസ്കാരം പഠിച്ചിട്ടുള്ളത്? സമനിലയില്ലാതെ മുമ്പിൽ മൊബൈൽ വെച്ചുകൊണ്ട് തന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് മുന്നിൽ നാട്ടി നിർത്തിക്കൊണ്ട് സമനിലയില്ലാതെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പേരല്ലേ മൻസൂറെ കഞ്ചാവ്? ഇപ്പം എന്തായി? ഇവിടുന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കഞ്ചാവായി. ആയിക്കോട്ടെ, ഇജ്ജിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ കഞ്ചാവ് അടിച്ചിട്ടല്ല എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നാൽ ഈ പുലിമൈദീൻ്റെ ഒപ്പം കൂടിയിട്ട് CM അടവൂര് വലിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അല്ല ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? അന്ന് പോടോ, ജിന്നടോന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്നെ ഡബിൾ ഇടോന്ന് വിളിക്കാൻ ഇവിടെ ഒരു മടിയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോ. സംസാരിക്കുമ്പോൾ മാന്യത അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂല എന്നുള്ള കാര്യം, അത് തലയിൽ കെട്ടിയിട്ടും കാര്യമില്ല, എവിടെ കെട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, നല്ലതായിരിക്കും. ഇങ്ങോട്ട് ഭീഷണിയൊക്കെ വരുന്നുണ്ട്, കേൾക്കാം നമുക്ക്. നീ പറഞ്ഞ സംഗതികളൊക്കെ ചാരായവും മദ്യവും ഇതൊക്കെ യോജിക്കാതിരിക്കുക. ഓരോ ദിവസവും മൊബൈൽ മുന്നിൽ വെച്ചുകൊണ്ട് തൊള്ളി തോന്നിയത് അല്ലാഹു തആല ബഹുമാനിച്ച മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ പേരിലും മാന്യന്മാരുടെ പേരിലും ഒരാൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവനെ കുറിച്ച് ആ നാട്ടുകാർ പറയാ തലക്ക് വെളിവില്ല. അല്ലാഹു തആല, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്, അല്ലാഹു തആല ബഹുമാനിച്ച ആദരിച്ചാന്ന് പറയാൻ എന്ത് തെളിവാണ് എൻ്റെ കയ്യിലുള്ളത്? പിന്നെ എനിക്കാണത് ചേരുക എന്നൊക്കെ പറഞ്ഞു. ഇജിപ്പോൾ മൊബൈലല്ലാതെ ഈ സിനിമ പിടിക്കുന്ന ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ടല്ലോ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിൻ്റെ ക്ലാരിറ്റി നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. വേറൊരു മൊബൈലുമ്പോൾ തന്നെ ഇജ്ജ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കണത്. ഇജ്ജത് ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യണോനെങ്ങനെ കുറ്റം പറയാം? ഏത് ചാണകത്തിൽ ചവിട്ടിയാനെ കുറ്റം പറയാ? ആരെന്നറിയോ? സെപ്റ്റിക് ടാങ്കിൽ കിടക്കണ മൊയന്ത്. അവന് വൈകുന്നേരം ആയാല് 4 കാലുമ്പലാണ്, അതല്ലെങ്കിൽ അവന് സംസാരിക്കുന്നതിന് വെളിവില്ല, അവൻ എന്ത് പറയുന്നു എന്ന് ബോധം ഉണ്ടാവില്ല. ഇത് ആരെക്കുറിച്ചാ മൻസൂറെ പറയുന്നത്? ഇത് തിരിച്ച് നിനക്ക് കേൾക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാ? നീ ആക്ഷേപിക്കുന്ന സമൂഹത്തിനൊരു മാന്യത ഉണ്ട്. ആ മാന്യതയുടെ ഒരു ഔദാര്യത്തിലല്ലടോ നീ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ഒരുത്തൻ്റെ ഔദാര്യത്തിലും അല്ല ഞാൻ അത് വിളിച്ചു പറയണത്. ആ മാന്യതയുടെ ഔദാര്യമൊക്കെ എൻ്റെ വീഡിയോയുടെ കമന്റുകളിൽ വന്ന് നോക്കടോ. അനക്ക് മലയാളം വായിക്കാൻ അറിയെങ്കിൽ മലയാളം തന്നെ എഴുതുന്നതിന് നേരെ അറിയില്ല കേട്ടോ, ഊഹിച്ച് പൂരിപ്പിക്കണം. അമ്മാര് തെറികൾ വന്ന് എഴുതാറുണ്ടല്ലോ. എന്ത് മാന്യതയാണ്? ഞാൻ പറയുന്നത് എന്താണ് ഏതാണ് എന്നുള്ളത് വ്യക്തമായ തെളിവോടെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇസ്ലാം, എന്താണ് നിങ്ങളുടെ പിഴച്ചവാദം എന്നുള്ളത് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെനിക്ക് കിട്ടുന്ന തെറികൾ അതിനൊന്നും ഒരു കുറവില്ല. അതൊക്കെയാണ് എൻ്റെ മാന്യത വെച്ചെങ്കിൽ വല്ലാത്ത ജാതി മാന്യതയായി പോയി. ഇനി പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ആരുടെ ഔദാര്യം? എൻ്റെ ഒന്നും ഔദാര്യത്തിൽ ഇന്നേ വരെ ഞാൻ ജീവിച്ചിട്ടില്ല, ഇനിയോട്ട് ജീവിക്കാനും പോകുന്നില്ല. മൻസൂറിനെ കുറിച്ച് ഒന്നും കൂടി പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി ഭീഷണിയിലേക്ക് പോവുകയാണ്. അതാണ് ഈ ഓൻ്റെ ഔദാര്യം. ഓൻ്റെ എന്നല്ല, ഓൻ്റെയൊക്കെ മേലുള്ളവൻ്റെ ഔദാര്യമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്തിലാണ് മൻസൂർ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളത്, ഇനി ജീവിക്കുകയും ചെയ്യുള്ളൂ. ഒന്നും കൂടി പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഔദാര്യത്തിൽ മാത്രം ജീവിച്ചിട്ട് പരിചയിച്ച ആളാണ് ഞാൻ. അതിൻ്റെ അപ്പുറം ഞാൻ ജീവിച്ചിട്ടില്ല, ഇനിയോട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ടത് കൂട്ടിക്കോ. ഏത് സമൂഹത്തിന്റെ മുന്നിലാണ് നീ വിളിച്ചു പറയുന്നത്? നിന്റെ വീഡിയോക്ക് അടിയിൽ വന്നുകൊണ്ട് നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വഹാബി വിളികൾ അവരിൽ ഞങ്ങൾ അതേ പ്രതീക്ഷിക്കണുള്ളൂ. അവര് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കുറച്ച് തൗഹീദ് ഉള്ളവരെങ്കിലും, അത് തൗഹീദ് ഉള്ളവരെന്നല്ല, കുറച്ചെങ്കിലും തൗഹീദുള്ള ആളുകൾ ഇത് കേട്ടാലും മനസ്സിലാക്കുകയും അവർ അഭിനന്ദിക്കുകയും ചെയ്യും. അല്ലാത്ത ആളുകളുണ്ട്, വെട്ടിക്കിളികൾ എന്ന് പറയുന്ന വൃത്തികെട്ട മൊയന്തുകളായ കമന്റോളികൾ വന്നിട്ട് മാന്യതയില്ലാതെ തെറി പറയാറുണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ല, പറഞ്ഞോ. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠശാല, ഞാൻ നേരത്തെ പറഞ്ഞ വഹാബിസം, മനുഷ്യനെ ക്രൂരതയിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യത്വം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്ന, ഒരു മനുഷ്യനെ ഏത് നിലക്കും ക്രൂരനാക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസിനും അടിസ്ഥാനമാക്കി മാത്രമാണ്.
അത് പറയാൻ കഴിയില്ലോ. ഒരായത്ത് അത് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം വെക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ അത് വെച്ചാൽ പൊളിഞ്ഞു പോകുന്ന ബലൂണ് പോലെ വീർപ്പിച്ച ഒരു പിഴച്ച വാദവുമായിട്ട് നടക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കഴിയുള്ളൂ. പറ. ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരാണ് വഹാബിസം. ഈ വഹാബിസം പഠിച്ചിട്ടാണ് മൻസൂറെ നിന്നെ പോലുള്ള പലരും ഈ സ്പിരിറ്റ് കൂടിയിട്ട് സിറിയയിലേക്ക് വണ്ടിയേറിയത്. നമ്മുടെ കേരളക്കരയിലും മുസ്ലിം സമൂഹത്തിന് മാനക്കേടുണ്ടാക്കി, വഷളത്തരണ്ടാക്കി ഇവിടുന്ന് പലരും വണ്ടി കയറിയത്. അവരൊക്കെ അവരുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് വഹാബിസമാണ്. ഒരാളെ ഒരു മനുഷ്യന്റെ പേര് എനിക്ക് പറയാനറിയോ? ഞാൻ 100 വേണേ അങ്ങോട്ട് പറഞ്ഞുതരാം. അതൊക്കെ ആ പരിപ്പൊന്നും വേവാതെ ആ കാലമൊക്കെ നിങ്ങൾ എന്നോ വാങ്ങി വെച്ചതല്ലേ അല്ലേ? ഇനി അതിങ്ങനെ പാടിയും കൊണ്ട് കിടക്കണോ? ആരൊക്കെയാണ് പോയത്, ആരൊക്കെയാണ് കുടികൊള്ളാൻ പോയത് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? പറ. അവര് പിച്ച വെച്ച് പഠിച്ചു വളർന്നത് അള്ളാഹുവിന്റെ മഹത്തുക്കളെ തെറി പറഞ്ഞിട്ടാണ്. അവർ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും അവർ പഠിച്ചെടുത്ത മുഴുവൻ പഠനങ്ങളുടെ മേഖലകളും മഹത്തുക്കളെ നിസാരപ്പെടുത്തലും മുഅ്മിനീങ്ങളെ ശിർക്കാരോപിക്കലുമായിരുന്നു. ഈ ഒരു സംസ്കാരത്തിന് തിരിച്ച് അങ്ങോട്ട് പറയാൻ നാവ് പൊന്താത്തത് കൊണ്ടോ, നിന്നെ ഈ ഇങ്ങനെ പറയുമ്പോ അത് തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടല്ല. ഈ ഭൂരിപക്ഷ സമൂഹത്തെയാണ് അവഹേളിക്കുന്നത്. അവരൊന്ന് വിചാരിച്ചാൽ ഈ ഏത് നിലക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. പക്ഷെ അവരത് ചെയ്യില്ല. അവരൊന്ന് വിചാരിച്ചാല് ഏത് നിലക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും, എന്നാൽ അവര് അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ചേക്കന്നൂർ മൗലവിയെ കൈകാര്യം ചെയ്തതുപോലെയാണോ മൊയ്ലിയരെ? ചേക്കന്നൂർ മൗലവിയെ കൈകാര്യം ചെയ്ത പോലെയാണോ നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എന്നാൽ ഇത് ചേക്കന്നൂർ മൗലവി അല്ല, മൻസൂർ മണ്ണാർക്കാടാണ്. കൈകാര്യം ചെയ്യാൻ ആംബിയറുള്ള തലകെട്ടും കെട്ടിയ ഏതെങ്കിലും ഒരു മൊയ്ലിയാരുണ്ടെങ്കിൽ ഇവിടെ വെല്ലുവിളിക്കണോ? ഇജ്ജാതി വർത്താനത്തേക്കൊന്നും പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാതിരിക്കണം. മൻസൂർ മണ്ണാർക്കാടിനെ കുറിച്ച് ഒന്നുകൂടിയൊക്കെ പഠിച്ചിട്ട് ഈ പാട്ടിനിറങ്ങായിരിക്കും നല്ലത്. നിങ്ങളെക്കാളൊക്കെ എണ്ണത്തിൽ കൂടുതലുള്ള വർഗീയ വിഷം പേരി നടക്കുന്ന വർഗീയവാദികളോട് വാടാ പോരിന് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന എന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ഏറി വന്നാൽ ഒരാൾ നല്ലൊരു വടിവാളുമായിട്ട് വന്നു കഴിഞ്ഞാൽ വെട്ടിക്കൊല്ലാനൊക്കെ കഴിയും. അതിലൊന്നും സംശയമല്ല. അത് ആദർശം കൊണ്ട് നേരിടലാണോ മോലിയരെ? ആദർശത്തെ ഇങ്ങനെയാണോ നേരിടല്ലേ? ആണോ? ചേക്കന്നൂർ മൗലവി അയാളുടെ ആശയം പറഞ്ഞപ്പോൾ ആ ആശയത്തെ നേരിടാൻ കഴിയാതെ, ഇസ്ലാമിൽ അതിനെ നേരിടാൻ കഴിയാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനെ നേരിട്ട ആളുകൾ CBI ചോദ്യം ചെയ്യലിൽ മുഖം വിളറിക്കൊണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടും നടന്നിരുന്നത് നിങ്ങളുടെയൊക്കെ ഉസ്താദല്ലേ? ഇവിടെ എല്ലാവരും കണ്ടതല്ലേ? ആശയപരമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനും സ്വഹിയായ ഹദീസിനും എതിരായിക്കൊണ്ട് വിരുദ്ധമായിക്കൊണ്ട് മൻസൂർ മണ്ണാർക്കാട് ഇന്നേ വരെ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമ്മൾ കുറച്ച് തെളിവ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞത് അജ്ജാതി ആ ഭീഷണിയൊക്കെ കൂടിക്കൊണ്ടേ വിളിച്ചാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. കുടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് വിളിച്ചോ എന്നുകൂടിയാണ് പറയുവാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, മടവൂർ CM വലിയുല്ലാഹി, ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ബുക്കാണ്. മടവൂർ CM വലിയുല്ലാഹി, ഷാഹുൽ ഹമീദ് ഹസൻ മലബാരി ശാന്തപുരം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ പ്രസാദനം എന്ന് കൊടുത്തിട്ടുണ്ട്. CM മുഹമ്മദ് അബൂബക്കർ ചിറ്റടിമീത്തൽ PO എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 71ാമത്തെ പേജാണ് ഇനി വായിക്കാൻ പോകുന്നത്. ചുവന്ന അണ്ടർലൈൻ ഇട്ട ഭാഗങ്ങളാണ് വായിക്കുന്നത്. പിന്നീട് സർവം മറന്ന് ഊര് ചുറ്റുന്ന കാലത്ത് സ്വാഭാവികമായും വസ്ത്രത്തെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാതെയായി ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാതെയായി എന്ന് തന്നെയാണ് നമ്മൾ എഴുതിയതല്ല. ഇവിടെ ഷാഹുൽ ഹമീദ് ബാക്കവി എഴുതിയതാണ്. ഇനി മുഷിഞ്ഞതും കീറിപ്പറിഞ്ഞതും പുതിയതും പഴയതുമൊക്കെ ആ കാലത്ത് ഉള്ളതനുസരിച്ച് ധരിച്ചു. കീറിപ്പറിഞ്ഞതും മുഷിഞ്ഞതും വൃത്തി ഈമാന്റെ ഭാഗമെന്ന് അറിയാത്ത ആളായിരുന്നു നിങ്ങൾ ഔലിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആള്. നമ്മൾ എഴുതിയതല്ല, നിങ്ങൾ ആൾക്കാരെ എഴുതിയത്. 5 വേറെയും ബുക്കുകൾ കാണിക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് മാനന്തവാടിയിൽ നിന്നും മൈസൂർ വനങ്ങളിലേക്കുള്ള ഏകാന്ത പദയാത്രക്കിടയിൽ കാട്ടിക്കുളത്തൊരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിച്ച് മുങ്ങിപ്പോകാനൊരുങ്ങി. എങ്ങനെ മുങ്ങാനൊരുങ്ങിന്ന്? എന്നിട്ട് മുങ്ങിപ്പോകാനൊരുങ്ങി. പീഡിയക്കാരൻ പിടികൂടി. അജ്ജാതി പോക്ക് പോണ്ട, നക്കിയിട്ട് കാശും തരാണ്ട പോണ്ടെന്നും പറഞ്ഞിട്ട് പിടികൂടി. കോളർമ പിടിച്ച് വലിച്ചോ. അതാണ് ഇതിലുള്ളത്. മാന്യനാണത്രേ, ഔലിയാണത്രേ. ഇവിടുന്ന് ചെങ്ങായി അതൊക്കെ പഠിച്ചുണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് കയ്യിലൊന്നുമില്ലായിരുന്നു. ഷർട്ടും തുണിയും അഴിച്ചു വാങ്ങി അടിവസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഷെയ്ഖ് വനത്തിലേക്ക് കടന്നു. ഒരൗലിയുടെ കോലാണിത്. എന്ത് വർത്താനാണ് ചെങ്ങായിച്ചൊക്കെ ഈ പറയണത്? ഒരു ഔലിയുടെ കോലാണ്.
ഇത് ഏതവസ്ഥയിലാണ്, ഇത് ഏതവസ്ഥയിലുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ളത്? ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഒരാൾ കഞ്ചാവ് വലിക്കുന്നോ കള്ളു കുടിക്കുന്നോ പറഞ്ഞിട്ടില്ല. കള്ളു കുടിക്കുന്ന ആളുകൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതിലെന്താണ് ഇത്ര അത്ഭുതമുള്ളത്? ഇനി മാനന്തവാടി ഉസ്മാൻ ഹാജി മർഹൂം ഈ വിവരം കേട്ടറിഞ്ഞ് വസ്ത്രം വാങ്ങി കാട്ടിലെത്തിച്ചു കൊണ്ടുവന്നു അത്രേ. അപ്പോൾ ഉടുതുണി ഇല്ലാണ്ട് അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉസ്മാൻ ഹാജി എന്ത് ചെയ്തിക്കണു? പാവം തോന്നിയിട്ട് ആ പൈസ കൊടുത്തിട്ട് ഇത് മുണിങ്ങിയ പൈസ നക്കിയിട്ട് നാണോമാനല്ലാണ്ട് നീച്ചു പോകുകയായിരുന്നു. ഔലിയ എത്ര ഔലിയ! എന്ത് പൊട്ടത്തര ചെങ്ങായിച്ചൊക്കെ ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തിക്കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു. ഭയപ്പെടുത്തുന്ന രീതിയിലാണോ ഈ ഔലിയാക്കളൊക്കെ നടന്നിരുന്നത്? എന്നിട്ട് ഇക്കാലത്ത് കണക്കില്ലാതെ വെറ്റില ചവച്ചിരുന്നു എന്നാ പറഞ്ഞത്. വെറ്റില മാത്രമല്ല, അത് പറയാം. പിന്നീട് തലമുടികൾ പാടെ നീക്കം ചെയ്തു. കാറിൽ മാത്രമായിരുന്നു യാത്ര. തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്നു. ഹറാമാണ്. ഇനി സിഗരറ്റ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. സിഗരറ്റ് വലിച്ചിരുന്നു, ഹറാം തന്നെയാണ്. അവർ ഔലിയ ചെയ്യൂല. കറാത്ത് പോലും ചെയ്യാത്തവനാണ് ഔലിയ. ഇത് ഹറാം തന്നെ ചെയ്ത് കിടക്കണ. എന്നിട്ട് സ്വർണ്ണ മോതിരവും ചെയിനും ധരിച്ചിരുന്നു. സ്വർണം പുരുഷന് ഹറാമാണ്, ഔലിയ അല്ലാന്ന്. ഹറാം ചെയ്താൽ പിന്നെ ഔലിയ അല്ല. കറാത്ത് പോലും ചെയ്യാത്തവരായിരിക്കും ഔലിയാക്കള്. അത് കഴിഞ്ഞിട്ട് പാൻറ്റും കോട്ടും മാത്രമല്ല ടൈ പോലും കെട്ടിയിരുന്നതായി കണ്ടവർ പറയുന്നു. പാൻറ്റും കോട്ടും ടൈയും അതൊന്നും ഇപ്പം കെട്ടണീന് ജായിസാണ്, നമുക്ക് കെട്ടുകയൊക്കെ ചെയ്യാം. ആരുടെ സംസ്കാരമാണെന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളൂ. ഓക്കെ, വായനക്കാർക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. വായനക്കാർക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ചു. ഒരു വാക്കവിയാണല്ലോ പറയുന്നത്, വേണമെങ്കിൽ വിശ്വസിക്കാമെന്ന് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അയാൾക്ക് തന്നെ യാഥാർത്ഥ്യം കൃത്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ അവസ്ഥ വിശേഷങ്ങളെ ശരീരത്തിൻ്റെ പ്രത്യക്ഷ നിയമങ്ങളിൽ നാം വിലയിരുത്താതിരിക്കുക. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക. അതായിരിക്കും അഭികാമ്യം. അത് നിങ്ങൾക്ക് അഭികാമ്യമാക്കിയാൽ മതി. ഔലിയാക്കന്മാർ അങ്ങനെ ആവില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇനി ദയവ് ചെയ്തിട്ട് അതുകൂടി കാണുക. ഇത് TK അലി അഷ്റഫ് എഴുതിയ കുത്തുബുൽ ആലം ഷെയ്ഖുന CM വലിയുല്ലാഹി എന്ന പുറംചട്ടയാണിത്. അതിൻ്റെ ഉള്ളില് കുത്തുബുൽ ആലം ഷെയ്ഖുന CM വലിയുല്ലാഹി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂന്നൊക്കെ ഒരു പറയും. TK അലി അഷ്റഫ് CMC പബ്ലിക്കേഷൻസ്. അതിൻ്റെ ചോട്ടിലായിട്ട് അഡ്രസ്സ് ഉണ്ട്, വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ വായിച്ചു തരാം. CM സെൻറ്റർ മടവൂർ PO മടവൂർ കോഴിക്കോട് 673583. അത് ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാകാം. വില 160 രൂപയാണ്. വിതരണം SYS ബുക്ക് സ്റ്റാൾ. അല്ലെങ്കിൽ നിശ്ചയിച്ചോളിയും, നമ്പർ വരാം. കോഴിക്കോട് 6730004. ഫോൺ നമ്പർ 0495272334. ഈ ലെവലിലൊക്കെയാണ് ഇവർ ബുക്ക് അടിച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രയിൽ കാട്ടിക്കുളത്തൊരു ഹോട്ടലിൽ കയറി. നേരത്തെ കഥ തന്നെയാണ് കേട്ടല്ലേ, വേറൊരാളും കൂടി എഴുതിയിട്ടുണ്ട്. വയറു നിറയെ തിന്നു, മുണുങ്ങി. അത് കഴിഞ്ഞിട്ട് കാശ് കൊടുക്കാതെ ഇറങ്ങുമ്പോൾ ജീവനക്കാർ പിടിച്ചു, ഉടുവസ്ത്രം അഴിച്ചു വെച്ചു. പിന്നെ അടിവസ്ത്രത്തിലായി നടപ്പ്. ഔലിയുടെ കഥയാണിത്. എന്തേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പണം എടുത്തിട്ട് എന്നാ എൻ്റെ പണം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാറുന്നത് ഇല്ല. അത്ര വലിയ ലോകം നിയന്ത്രിക്കണമെന്നല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വസ്ത്രം അഴിച്ചു വെച്ചു. ബാഹ്യലോകത്ത് എല്ലാം കേട്ട് വേഷങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. ഇനി താടിയും മുടിയും പരിധി വിട്ട് ഭീകരമായ ഒരു കോലം, നല്ല വെറ്റിലമുറക്കും. അത് കഴിഞ്ഞ് താടിയും മുടിയുമൊക്കെ നീക്കി ക്ലീൻ ഷേവ് ആയിട്ടൊരു ജീവിതം. അന്ന് സിഗരറ്റ് നിർത്താതെ വലിച്ചു. പാൻറ് കോട്ട് ടൈ. ഇത് ഈ പറഞ്ഞ ബുക്കിലുള്ളതാണ്. സിഗരറ്റ് വലിച്ചു എന്നുള്ളതാണ്. ഇനി വേറൊരു ബുക്കിൽ ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് പൊലിമൈദീനും അതുപോലെ തന്നെ CM-ഉം വാതിലടച്ചിരുന്നിട്ട് വലിച്ച കാര്യമൊക്കെ അത് വേറെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. ഭക്ഷണ കാര്യവും തകിടം മറിഞ്ഞു. ചുടുവെള്ളം മാത്രം കുടിച്ചു 3 കൊല്ലത്തെ റിയാല. ഉമ്മയോട് പോലും ഒരു വാക്കുമിണ്ടാതെ ഉൾവലിഞ്ഞ ആ നാളുകളിലാണ് ഒരിക്കൽ EK ഹസൻ മുസ്ലിയാർ ഈ രീതിയെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ EK ഹസൻ മുസ്ലിയാർ ഈ രീതിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഹയാത്ത് കാലത്ത് തന്നെ. എന്തേ കുരുത്തക്കേട് കെട്ടാറുന്നത്? എന്തെങ്കിലൊന്ന് തിരിച്ച് ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ നിങ്ങളാൾക്കാർ ഇട്ടതൊക്കെ ബർമുടി, നമ്മളിട്ടതൊക്കെ വള്ളി ട്രൗസറും. നടക്കൂല.
നിങ്ങളും വലിയ ട്രൗസർ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ബർമുഡ ഇടുന്നത്, അത് ബർമുഡല്ല കേട്ടോ, 3/4 എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈക്കയുടെ അറുത്ത് മുറിച്ചുള്ള ആ വാദങ്ങൾക്ക് വഴങ്ങി ഉമ്മ ചൊല്ലിയ സലാം മടക്കി. 3 കൊല്ലത്തെ റിയാദക്കിടയിൽ ഉമ്മ സലാം പറഞ്ഞിട്ട് ആ സലാം അടക്കാനുള്ള ബുദ്ധിയും ബോധവും അയാൾക്കില്ലായിരുന്നു. എന്നിട്ട് EK ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ നിർബന്ധിച്ചപ്പോൾ ഉമ്മാക്ക് സലാം അടക്കി എന്നാ പറഞ്ഞത്. ഒരു ഔലിയുടെ ക്വാളിറ്റിയാണ് ചെങ്ങായത്. തലയിൽ കെട്ട് കെട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആ കെട്ടിന്റെ താഴെ തലയിൽ എന്തെങ്കിലും വേണം, അപ്പോഴേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിക്കണേ. അതവിടെ കെട്ടെ. അത് കഴിഞ്ഞിട്ട് തൽക്കാലം റിയാദക്ക് അവധി. ആ അവധിയിൽ മുറിഞ്ഞ റിയാദ പൂർത്തിയാക്കാൻ പിന്നെ 3 കൊല്ലം എന്നത് 5 കൊല്ലമാക്കി. ഇതൊക്കെയാണ് ഇവരുടെ ഔലിയുടെ കോലം. അപ്പൊ സിഗരറ്റ് വലിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ എഴുതിയിട്ടുള്ളത്. ഇവർക്ക് അതല്ലേ എഴുതാൻ പറ്റുള്ളൂ സാധുക്കളെ, അല്ലേ? അയാളുടെ ഈ നല്ല രീതിയിൽ ദർസ് പഠിക്കുകയും അതിനുശേഷം വെല്ലൂരുള്ള ബാക്കിയാത്തു സ്വാലിഹാത്തിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ബാക്കവി ബിരുദവുമായിട്ട് വരികയും പിന്നീട് കോഴിക്കോട് അങ്ങാടിക്കടുത്തുള്ള ഒരു മസ്ജിദിൽ ഇമാമായിക്കൊണ്ട് ജോലി അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ആള് പുലിമൈദീനെ കണ്ട വഴിക്ക് ഈ കോലത്തിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മൂക്കുമുട്ട മുണുങ്ങിയിട്ട് ഒരു നാണവന്മാരല്ലാണ്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ഞാനെന്തിനാ അത് വിശദീകരിക്കുന്നത്? ഞാനത് എൻ്റെ ആ വീഡിയോയിലും വിശദീകരിച്ചിട്ടില്ല. ഇംഗ്ലീഷ് പറയുന്നത് കറാമത്തല്ല എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് കറാമത്തല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലേക്കും വലിയ ഇംഗ്ലീഷ് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അയാൾ അത് വലിച്ചില്ലേ? എൻ്റെ വീഡിയോ എടുത്ത് പരിശോധിക്ക്. ഇനി അങ്ങനെ പറഞ്ഞു ചെയ്ത് തന്നെ നിങ്ങളുടെ ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സിഗരറ്റ് വലിച്ചു. സിഗരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയിലല്ലേ, അതുപോലെ തന്നെ ഒരു ഇലയല്ലേ മറ്റേ നേരത്തെ പറഞ്ഞ സാധനവും. അതിൽ ബന്ധപ്പെട്ട തെറ്റ് അല്ല. പുകയില ഹലാലും കഞ്ചാവ് ഹറാമും ആവുന്നത് എങ്ങനെ? അതെങ്ങനെ? കഞ്ചാവും പുകയിലും ഒക്കെ ഹറാം തന്നെയാണ്, വലിക്കാൻ പാടില്ല. പുകയില വലിച്ചാലും ലഹരിയാണ്, അതുപോലെ തന്നെ കഞ്ചാവില വലിച്ചാലും ലഹരിയാണ്. ലഹരി അത് അള്ളാഹുവിൻ്റെ ഹബീബ് നമുക്ക് നിഷിദ്ധമാക്കി തന്നിട്ടുണ്ട്, അള്ളാഹു നിഷിദ്ധമാക്കിയതിലൂടെ, അല്ലേ? അപ്പം അതൊന്നും പറയുമ്പോൾ കുരു പൊട്ടണ്ട. കുരു പൊട്ടിക്കാണെങ്കിൽ പൊട്ടിച്ചോ. വല്ലാത്ത തരത്തിലുള്ള ഭീഷണിയുമായിട്ടൊക്കെ വരുമ്പോൾ അവനാൻ്റെ ആംബിയർ, നട്ടലിൻ്റെ ബലം, അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ഭീഷണിപ്പെടുത്താൻ വരിക. ഇനി ഭീഷണി അവിടെ ഇങ്ങനെ ഇരുന്ന് പെടുത്തണിച്ചായിട്ട് പെടുത്തിക്കോ. എന്നാൽ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ എണ്ണം കുറയും, എല്ലിൻ്റെ എണ്ണം കൂടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ തരത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം ഇവിടെ വിശദീകരിക്കുമ്പോൾ അത് അല്ല എന്നുള്ള തെളിവ് സഹിതം തിരിച്ച് അത് നിങ്ങൾക്ക് നിഷേധിക്കാം. അല്ലാതെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ കുടിയിലുള്ളവരെ പോയി കൈകാര്യം ചെയ്യും പോലരെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.